ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു മട്ടൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ മട്ടൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഓണിയൻസ്, എല്ലാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാമായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എല്ലാം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈ വെച്ച് തന്നെ അത് മാരിനേറ്റ് ചെയ്ത് നല്ല രീതിക്ക് അത് ഒന്ന് മൂടി ഒരു 3 hours നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഓണിയൻ, ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻസ് ഞാൻ വേവിക്കുന്നതിൻ്റെ ഒപ്പം കുക്കറിൽ വേവിക്കുന്നതിൻ്റെ ഒപ്പം ഇടുവാണ്. പിന്നെ ഓണിയൻസും ഇടുന്നുണ്ട്, ടൊമാറ്റോസും ഇടുന്നുണ്ട്. പിന്നെ ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഓണിയൻ ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, പിന്നെ ബാക്കി നേരത്തെ പറഞ്ഞ മസാലാസ് എല്ലാം ഉണ്ട്. ബാക്കി കുറച്ച് ഓണിയൻസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിൽ വെന്തതിന് ശേഷം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാനുള്ള ഇതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മുടെ ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടെൻഡർനെസ് പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗഡർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വെച്ച് മാരിനേറ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. അത് 45 മിനിറ്റാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. പ്ലസ് ഞാൻ 1 hour കുറച്ചുകൂടി വെക്കുന്നുണ്ട്. കാരണം അപ്പം ഞാൻ കുറച്ച് ഒരു 45 minutes ബാക്കി നിൽക്കുമ്പോൾ ഞാൻ ആ പൗഡർ ചേർക്കും. അപ്പോൾ 3 മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഹോൾ മസാലാസ്, ഗ്രീൻ ചില്ലി എല്ലാം അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് എരിയുള്ള മസാല പൗഡറാണ് എനിക്കുള്ളത്. മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടില്ല, അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വഴറ്റുമ്പോൾ ചേർക്കാനാണ്. അപ്പോൾ വേവിച്ച മട്ടൻ കുക്കറിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൂപ്പ്, കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴറ്റാൻ പോകാൻ വേണ്ടിയിട്ട് എണ്ണ, നമ്മുടെ വെർജിൻ ഓയിൽ ചേർക്കുന്നുണ്ട്. വെർജിൻ ഓയിൽ ചൂടായി വന്നതിന് ശേഷം നേരത്തെ കണ്ട ഹോൾ മസാലാസിനകത്ത് നമ്മുടെ പെരുംജീരകം, സ്റ്റാർ ഏനസിൻ്റെ പെറ്റൽസ്, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, അങ്ങനെയൊക്കെ കുറച്ചുള്ള ഹോൾ ഗരം മസാല അതെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി നമ്മുടെ ഓണിയൻ, പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി ഇതെല്ലാം ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ടൊമാറ്റോ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നില്ല. അത് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ ഇടയിൽ സോൾട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോൾട്ട് റോക്ക് സോൾട്ടാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ചാൽ നല്ലതാണ്. ഞാനിവിടെ മൂടുന്നില്ല. ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് തിരക്ക് അത്രയ്ക്ക് ഇല്ല. നമ്മൾ നല്ല സമയമെടുത്ത് കുക്ക് ചെയ്യുവാണെങ്കിൽ അതൊന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് ചൂട് പറ്റി ഒന്ന് വാടി കിട്ടണം നന്നായിട്ട്. ഒന്ന് നന്നായി വാടി കിട്ടിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മട്ടൻ്റെ സൂപ്പ് ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം കുറച്ച് വെള്ളം കൂടുതലുമുണ്ട്, മട്ടൻ നന്നായിട്ട് വേവുകയും ചെയ്തു. അപ്പോൾ മട്ടൻ വെന്തു, എല്ലിൽ നിന്നൊക്കെ വിട്ട് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ചൂടിലിട്ട് ഇളക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിൽ ആണ് വെന്ത് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വേവിച്ചാൽ ഒത്തിരി ഉടഞ്ഞു പോകുന്ന രീതിയിലായിപ്പോയി.
ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ മട്ടൻ്റെ സൂപ്പ് ഇതിനകത്ത് വറ്റിച്ചെടുക്കുകയാണ്. കാരണം സൂപ്പ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ ആക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവിച്ച് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞാൻ മൂടി വെച്ചു. ഇത് കുറച്ച് ലിഡ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ സൂപ്പ് ചേർത്തു. അതാണ് ഈ കാണുന്നത്. അത് നന്നായിട്ട് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നന്നായിട്ട് അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. വെന്ത് വറ്റിയതിന് ശേഷമാണ് നമുക്ക് മട്ടൻ്റെ പീസസ് ചേർക്കേണ്ടത്. അപ്പോൾ മട്ടൻ്റെ പീസസ് ചേർക്കാൻ വേണ്ടി ഇത് വെന്തൊന്ന് വറ്റി കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റി കിട്ടുന്നുണ്ട്. വറ്റി കിട്ടുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മട്ടൻ്റെ പീസസ് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ മട്ടൻ്റെ പീസസ് ചേർക്കാൻ വേണ്ടിയിട്ട് മട്ടൻ്റെ പീസസ് ചേർക്കുകയാണ് ഞാൻ. അപ്പോൾ മട്ടൻ്റെ പീസസ് ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വറ്റാൻ വേണ്ടി, ഒരു കുറച്ച് വാട്ടറി കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. കൂടുതൽ പിന്നെ ഇളക്കി ഒന്നും ഇത് ചെയ്യണ്ട, നമ്മളൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അതറിയാമല്ലോ. അപ്പം എല്ലാം ഒന്ന് എല്ലാ വശത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. അങ്ങനെ വന്നതിന് ശേഷം ഈ വാട്ടറി കണ്ടൻറ്റ് എല്ലാം പോയി നല്ല എല്ലാം മിക്സായി ഒന്ന് നല്ല തിക്ക് ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല, തിക്കായിട്ട് കിട്ടണം. ഇത് തിക്കായിട്ട് കിട്ടുമ്പോൾ റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ടൊമാറ്റോ ഒക്കെ കിടക്കുന്നത് കാണുന്നുണ്ട്. ടൊമാറ്റോ ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്, വഴറ്റാൻ വേണ്ടി എടുത്തിട്ടില്ല. വഴറ്റാൻ ഉള്ളി നമ്മുടെ ഈ ഓണിയൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴറ്റുന്ന സമയത്ത് ഹോൾ ജിഞ്ചർ ഗാർലിക് എല്ലാം കട്ട് ചെയ്ത് ജൂലിയൻ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം. കാരണം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ആദ്യം ഇത്തിരി കുക്കറിൽ വേവിച്ചപ്പോഴും ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഗോട്ടിൻ്റെ പീസസിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒക്കെ ഒരു ലാമ്പിൻ്റെ മണം ഇങ്ങനെ കയറി വരും. അതൊന്നും ഇല്ല. അപ്പോൾ ഇതിനുണ്ട് കുറച്ച് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ജീര റൈസിന് വേണ്ടിയിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയതാണ് ഇത്, ഗ്രേവി. അപ്പോൾ ജീര റൈസും മട്ടൺ റോസ്റ്റുമാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. താങ്ക് യു സോ മച്ച്. എൻ്റെ ജീര റൈസും പിന്നെ പറാട്ടാസിൻ്റെ കൂട്ടത്തിലും പിന്നെ നമ്മുടെ ലച്ച പറാട്ട, വീറ്റ് ലച്ച പറാട്ടേൻ്റെ കൂട്ടത്തിലും ഒക്കെ നല്ലതാണ്.